ഒരു സംസ്ഥാനം ഞങ്ങൾ ഇന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ തീർന്നു അവിടെ. അന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലോ മറ്റോ ആണ്, ഈ ഒക്ടോബറിൽ ഒപ്പിടുന്നു, നവംബറിലാണ് കത്ത് കൊടുക്കുന്നത്. ആ കത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്കൂൾ പോലും സെലക്ട് ചെയ്തിരുന്നതുകൊണ്ടാണ്. കാരണം അതിൽ പദ്ധതിയിൽ കേരളമില്ല. വെസ്റ്റ് ബംഗാൾ ഈ കഴിഞ്ഞ മെയ് 26-ാം തീയതി വരെ നടപ്പാക്കാത്തതിന് കാരണം അവർ ആ പദ്ധതിയിലില്ല, തമിഴ്നാടില്ല. അതുപോലെ കേരളവും ഇല്ല. കേരളം ഒപ്പിട്ടു എങ്കിൽ പോലും കേരളം ആ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് കത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. അവിടെയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്റ്റാറ്റസ് എന്താണ്? ആ പദ്ധതിയുടെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ ആ പദ്ധതിയിലില്ല എന്നുള്ളതാണ് സ്റ്റാറ്റസ്. ഒപ്പിട്ടു എന്നുള്ളതല്ല സ്റ്റാറ്റസ്. ഞങ്ങൾ ആ പദ്ധതിയിലില്ല, ഒരു സ്കൂളും തിരഞ്ഞെടുക്കുന്നില്ല, ഞങ്ങൾ ആ പദ്ധതിയുമായി അകലം പാലിക്കുന്നു. ആ ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ഉൾപ്പെടെ, അടൂർ പ്രകാശൊക്കെ ഉൾപ്പെടെ ഞാൻ വർത്താനം പറയുന്നു. നമുക്ക് ഫണ്ട് തരില്ലല്ലോ, എന്താ ചെയ്യുക, അവർ ഒപ്പിട്ട് പോയില്ലേ, എന്നാര് പറഞ്ഞു? ഇന്നിപ്പോൾ അബ്ദുൽ വഹാബ് എം പിയോട് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഫണ്ട് കിട്ടില്ല. അതായത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടില്ല എന്ന് പറയുന്നത്. ആ മറുപടിയിൽ പോലും ഞങ്ങൾ SSK ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഫെഡറലിസ്റ്റിനെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എഴുതി കൊടുക്കുന്ന അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ. അവർ പറയുന്നത് പദ്ധതിയുടെ ഫണ്ട് കിട്ടില്ല, PMC യുടെ. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പദ്ധതി നടപ്പായാലേ ഫണ്ട് കിട്ടേണ്ടുള്ളൂ. അപ്പോൾ ഇത്ര ലളിതവും ട്രാൻസ്പെറൻറ്റുമാണ് കാര്യങ്ങൾ. അവിടെയാണ് അല്ല അവർ ഒപ്പിട്ടല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും, ഒപ്പിട്ട് പോയില്ലേ, അതിൽ നിന്ന് പിന്മാറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഞഞ്ഞാവിഞ്ഞ വർത്തമാനത്തിനോട് പ്രസക്തിയില്ല. അവർ കത്ത് കൊടുത്തു, ഞങ്ങളതിന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പൊസിഷൻ. ഇനിയൊരു തീരുമാനം എടുക്കുന്നത് എന്തിനാണ്? ഇനി തീരുമാനം ഇപ്പോൾ PMC വേണ്ട മുന്നോട്ട് പോകണമെന്നിരിക്കട്ടെ, ഈ സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ആദ്യം ആ നവംബർ മാസത്തിൽ സർക്കാർ കൊടുത്ത കത്ത് പിൻവലിക്കണം. ആ കത്ത് പിൻവലിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കത്ത് പോകണം. അതല്ലാതെ ഇതിൽ നമ്മൾ കൊണ്ടുപോയി ഏതെങ്കിലും തല വെച്ചിട്ടില്ല, ഒരു കെണിയിലും തല വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ അതിൽ നിന്ന് ഔട്ടാണ്, നമ്മൾ ആ പദ്ധതിയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഇത് ജനങ്ങളോട് മര്യാദയ്ക്ക് നേരെ ചൊവ്വേ പറയാനുള്ള രാഷ്ട്രീയമായ മാന്യത UDF കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് പറയണം, ജനങ്ങളോട് പറയണം, ഇതാണ് അവസ്ഥ. ഇത് എത്ര പൈസയെ കിട്ടുക? 2027 തീരുന്നൊരു പദ്ധതിയാണത്. ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ എന്ത് കാശാണ് കിട്ടുക? ആ കാശ് എത്ര സ്കൂളുകൾക്കാണ് അത് ഗുണം ചെയ്യുക? ആ കാശ് അത്രയും തുച്ഛമാണ്. യഥാർത്ഥത്തിൽ UDFൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഒപ്പിടുക എന്നുള്ളതല്ല പ്രശ്നം. കേന്ദ്ര സർക്കാരുമായി ഒരു കോൺഫ്രണ്ടേഷന് പോകാതിരിക്കുക. കാരണം നേരത്തെ ദാവൂദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒന്ന് ഫെഡറലിസത്തെ ഞെരുക്കി അമുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അത്തരം ഒരു റെജീമിന് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവർക്ക് ആവശ്യത്തിന് ഫണ്ട് കിട്ടില്ല, ഫണ്ട് വൈകിപ്പിക്കുക. ഫണ്ട് വൈകിപ്പിച്ചാൽ തന്നെ അത് ജനറേഷൻ ഉണ്ടാകും. ഉദാഹരണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, കേന്ദ്രത്തിൻ്റെ വീതം കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കണം. ആ പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ഞെരുങ്ങലിനിടയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും സർക്കാർ. ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അൺപോപ്പുലർ ആക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൻ്റെ ഈ ഞെരുക്കലാണ്. ഫണ്ട് കൃത്യമായി കിട്ടില്ല, അപ്പോൾ ഉച്ചക്കഞ്ഞി മുടങ്ങി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരിക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളും ഈ സർക്കാരിനും ഉണ്ടാവും എന്ന് വി ഡി സതീശൻ സർക്കാർ ഭയക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ ലൈനിലേക്ക് പോകണ്ട. എല്ലാ ദിവസവും രാവിലെ വി ഡി സതീശൻ്റെ വാക്കുകൾ കടമെടുത്താൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കലല്ല നമ്മുടെ പണി. അത് ഒരു തരത്തിൽ ശരിയാണ്. കേന്ദ്രവുമായി ഒരു സംസ്ഥാന സർക്കാർ എല്ലാ ദിവസവും രാവിലെ എന്ന് അടികൂടി കളയാം എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു വിഷയമല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമല്ല ഇത്. വി ഡി സതീശൻ തന്നെ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറയുന്നത്, ഞാനും പിണറായി വിജയനും നാളെ മരിച്ചു പോകും, എൻ്റെയും പിണറായി വിജയൻ്റെയും കൊച്ചുമക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ളതാണ്. ആ വാക്കിനോട് എന്തെങ്കിലും ആത്മാർത്ഥത വി ഡി സതീശൻ ഉണ്ടെങ്കിൽ എന്താണ് PM ശ്രീ പദ്ധതി എന്നും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്നും അത് നടപ്പാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുമുള്ള കാര്യം മനസ്സിലാക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്യണം. ജനങ്ങൾ വി ഡി സതീശൻ്റെ കൂടെ നിൽക്കും. കാരണം വി ഡി സതീശന് കിട്ടിയ മാൻഡേറ്റ് അന്ന് വി ഡി സതീശൻ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചതിനുള്ള മാൻഡേറ്റാണ്. അത് സതീശൻ ഓർക്കുന്നത് നന്നായിരിക്കും.